വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളൊരു ലൈവ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ്റെ എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് എങ്ങനെ വരും എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രക്ചർ 50 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറാണ്. S&P ലൈവ് മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സ്ട്രക്ചറിൻ്റെ ഈ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ ബോഡിയുടെ ഇവിടെ വരുമ്പോൾ പ്രൈസ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നേരെ തിരിച്ച് മുകളിലോട്ട് പോകും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇൻക്രീസ്ഡ് വോളിയം വന്നിരിപ്പുണ്ട്. അല്ലേ, നോക്കി എത്ര വന്നു? 49, 55, പിന്നെ തേർഡ് ക്യാൻഡിൽ 52. അപ്പോൾ ഇൻക്രീസ്ഡ് ക്യാൻഡിൽ വോളിയം വന്നിട്ടുണ്ട്. സോ ഈ വോളിയത്തിൻ്റെ ബോട്ടം ആയിരിക്കും പ്രൈസ് ഇവിടെ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ പ്രകാരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിഷ്യൽ പോയിന്റ് ഓഫ് ട്രിഗർ നോ ലിക്വിഡിറ്റി ടു ദ ലെഫ്റ്റ് സൈഡ്. ഈ പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും പ്രൈസ് ആ ഏരിയയിലേക്ക് ഡിസ്കൗണ്ടിങ്ങിന് വേണ്ടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രൈസ് തിരിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 15 മിനിറ്റിൻ്റെ സ്ട്രക്ചറിനകത്ത് സ്ട്രൈറ്റ് പുഷാണ്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യും. അപ്പോൾ ആ ഏരിയയിലേക്ക് നമുക്ക് എൻട്രി വേണം. അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന വരെ വരുമ്പോഴാണ് ഏകദേശം പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് കയറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ നോക്കാം. സോ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ എഞ്ചിനീയർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ കറക്റ്റ് ലൈനിൽ വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. സോ ധൃതിയൊന്നും പിടിക്കേണ്ട, കിട്ടിയില്ലെങ്കിൽ സാരമില്ല. എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് നമ്മൾ ആക്ച്വലി എൻട്രി ഡിപ്ലോയ് ചെയ്യുന്നില്ല. നമ്മൾ ഇതിനകത്ത് പ്രൈസ് ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വളരെ മിനിമം ചെറിയൊരു സ്റ്റോപ്പ് ലോസ്. സോ പ്രൈസ് വരുന്നുണ്ട്, പ്രൈസ് വന്ന് മേ ബി അവിടെ ടാപ്പ് ചെയ്യും. അതിനുശേഷം എക്സാക്ട്ലി ആ പോയിന്റിൽ വന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് നേരെ തിരിച്ച് ഇവിടെ നിന്ന് ഇവിടം വരെ തിരിച്ച് കയറി പോകണം. അപ്പം അതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. മേ ബി ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുകയല്ലായിരിക്കും. സോ നമ്മൾ എൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ അനുസരിച്ചാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് എൻട്രിക്ക് കയറും. ഇപ്പോൾ നമ്മൾ എൻട്രിയിൽ കയറി എന്ന് വിചാരിക്കാം, ട്രേഡ് എടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കുന്നു. സോ ഇനി നമ്മളെ സംബന്ധിച്ച് ഇത് വേണം. അപ്പോൾ ഇവിടുത്തെ ഓൾ വോളിംഗ് ക്യാൻഡിൽസിൻ്റെ ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ലൊരു 15 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കയറിയാണ് നമ്മൾ എൻട്രി എടുത്തത്. എങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോട്ടം നോക്കി ഏകദേശം അവിടെ അടുത്ത് വരുമ്പോഴുണ്ട്. എങ്കിൽ പോലും ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രി, ഇതാണ് നമ്മൾ ആക്ച്വൽ എൻട്രി എടുക്കേണ്ട ലൈൻ എന്ന് പറഞ്ഞ ഇതാണ്. പക്ഷേ ആ സമയത്ത് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഏർലി നമ്മൾ എൻട്രി എടുത്തു. അതിന് നമ്മളിരുന്ന് വിഷമിക്കേണ്ടി വരുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ നടത്തി നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിലിൻ്റെ അവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മുകളിലേക്ക് കയറി പോകണം പ്രൈസ്. സോ അതുവരെ നമുക്ക് വളരെ പേഷ്യൻസോടുകൂടി നോക്കിയിരുന്ന് വെയിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ആ സീക്വൻഷ്യൽ ഇവിടുത്തെ ഇത് മനസ്സിലായോ? അതായത് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനെ നോക്കിക്കേ, നമ്മൾ അതിൻ്റെ ലിക്വിഡിറ്റിയുടെ പോയിൻറ്റ്സ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അതായത് പ്രൈസ് ഇതിന് ബോട്ടം വന്നു ഇപ്പോൾ പ്രൈസ് ഇതിന് താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോയി താഴോട്ട് വരുന്നു, ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി പോയിന്റ് സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ ലിക്വിഡേറ്റ് ചെയ്തു. സോ ദർ ഇസ് നോ ലിക്വിഡിറ്റി ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആണല്ലോ. അതിനുശേഷം പ്രൈസ് നേരെ മുകളിലോട്ട് പോയി വീണ്ടും പ്രൈസ് പോയിന്റ് നമ്പർ 2 ബ്രേക്കപ്പ് സ്ട്രക്ചർ, പോയിന്റ് നമ്പർ 2 ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ 2 ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് E2 അല്ല, വേറെ E2ലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെ ഒന്ന് പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ പ്രൈസിന് എന്താണ് മൊമെൻറ്റം തിരിച്ചു വരും. എല്ലാവരും നോക്കിയിരിക്കുന്ന ഏരിയ ഇതാണ്. അപ്പോൾ ഇവിടെ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോഴത്തേനും പ്രൈസ് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ചെറിയ ഈ വോളിയത്തിൻ്റെ കൺഫർമേഷനിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് റിവേഴ്സ് ചെയ്യാൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. സോ അങ്ങോട്ട് പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും പ്രൈസ് അതിൻ്റെ ജേർണി കണ്ടിന്യൂ ചെയ്യും. താഴോട്ട് പോകും, മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വന്നിട്ട് ഇങ്ങനെ പ്രൈസ് പോകുള്ളൂ. അപ്പം ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ചുമ്മാ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ആ ഒരു സ്ട്രക്ചർഡ് വേയിൽ നമ്മൾ ചിന്തിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അത് കാണിച്ചു തരാനാണ് ഈ ട്രേഡ്, ഈ പ്രൈസ് ആക്ഷൻ്റെ ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് വിഷമിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ തന്നെ പ്രൈസ് ആക്ഷൻ നമ്മൾ കറക്റ്റ് അവിടെ ഇരുന്നായിരുന്നെങ്കിൽ ഈ ഏരിയ വെച്ച് നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു, അല്ലേ? പ്രൈസ് അവിടെ വന്ന് ടാപ്പ് ചെയ്തു, ഇനി പ്രൈസ് മുകളിലോട്ട് പോകണം. സോ അതാണ് പറയുന്നത്, ധൃതി പിടിക്കേണ്ട കാര്യമില്ല മാർക്കറ്റിൽ. പതുക്കെ സ്ലോലി അതിൻ്റെ പ്രൈസ് ആക്ഷൻ്റെ രീതികളെല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാവരുടെയും എൻട്രി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻട്രി ചെയ്യും. അപ്പോൾ പെട്ടെന്ന് പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പൊക്കോളും. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസിൻ്റെ ബിഹേവിയർ കണ്ടോ,
എത്ര ഫാസ്റ്റായിട്ടാണ് പ്രൈസിൻ്റെ റിയാക്ഷൻ നോക്കിയേ. സോ അതെന്താണ് ടാർഗറ്റ് ചെയ്യുന്നത്? പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന പർട്ടിക്കുലർ ഏരിയയിലെ ലിക്വിഡിറ്റിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിക്വിഡിറ്റിയിലേക്കാണ് പ്രൈസ് നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് 2 ക്യാൻഡിലിൽ പെട്ടെന്ന് പ്രൈസ് കയറി വരും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ നമ്മളുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിൽ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന 250ഓളം വീഡിയോസ് കൂടെ പറഞ്ഞു തന്നിരിക്കുന്ന ക്ലാസ്സിൻ്റെ എല്ലാ സമ്മറി ഫോമാണ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റ് പ്രഡിക്ഷനാണ് ലൈവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈവ് മാർക്കറ്റ് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എൻട്രി എടുത്തുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിരിക്കുന്ന രീതിയിൽ എവിടെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്, ഏത് ഏരിയയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇനീഷ്യൽ പോയിന്റ് ഓഫ് ക്ലിയർ എവിടെയാണ്, എവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സിൽ വരുമ്പോൾ തിരിച്ച് കയറാനുള്ള ഏരിയ എവിടെയായിരിക്കും, ഇതിനകത്ത് നമ്മൾ വോളിയത്തിൻ്റെ കൺഫർമേഷൻ പ്രകാരം എങ്ങനെയായിരിക്കണം, ഏത് ക്യാൻഡിലിൻ്റെ ബോട്ടം സ്വീപ്പ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ വോളിയത്തിൻ്റെ എൻട്രി എടുക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പല പല ലെസൺസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ക്ഷമയോടുകൂടി ഇരുന്ന് കണ്ട് കേട്ട് എഴുതി വെച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ചാർട്ടിൽ ഈ ഫോർമേഷൻസ് നമുക്ക് കാണാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കാണാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് കാലിസ്റ്റിക്കിൻ്റെ പ്രഡിക്ഷൻ ചെയ്യൽ നമുക്ക് സാധ്യമാകുന്നത്. അപ്പോൾ അതൊരു പാഷനോട് കൂടി നമ്മൾ നോക്കി ഇത് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് നാൾ കൂടെ ഇങ്ങനെ മാർക്കറ്റിൻ്റെ ഒപ്പം പോകുമ്പോൾ ഈ ഓരോ ക്യാൻഡിൽ സ്റ്റിക്കും എവിടം വരെ വരും, നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റിയാണ് ഇത് ഇവിടം വരെ മാക്സിമം മിറ്റിഗേറ്റ് ചെയ്യാൻ വരാം, ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ഇങ്ങനത്തെ കുറേ ഐഡിയാസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോം ചെയ്യും. അപ്പം ഈ പ്രൈസ് ആക്ഷൻ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒരു ജേർണിയാണ് ഈ മാർക്കറ്റിൻ്റെ ഒപ്പം പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ജേർണി വളരെ മനോഹരമായിട്ട് പോകണമെങ്കിൽ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിലെ എല്ലാ 245 വീഡിയോസും റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ഓരോന്ന് കാണുമ്പോൾ ഓരോ ഐഡിയ കിട്ടും. ഇതിനകത്ത് ബേസിക്കലി പ്രൈസിൻ്റെ ആക്ഷൻ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണത് ഇത്രയും നാളും എൻ്റെ എക്സ്പീരിയൻസിൽ കൂടെ ഞാൻ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ ഇതൊരു കോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഓരോന്ന് പറയുന്നത്. പ്രൈസ് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും പ്രൈസ് പോകണം, ബിക്കോസ് അവിടെ വോളിയം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല. സോ ഇവിടെ നോക്കി ഈ 2 ക്യാൻഡിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് നേരെ തിരിച്ച് വീണ്ടും മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ അതാണ് ഇതിനകത്ത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ലൈവിൽ കാണിച്ചിരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുമ്പോൾ ഓരോ ക്യാൻഡിലും എങ്ങോട്ട് പോകും എന്നുള്ളത് പതുക്കെ നമുക്ക് പിടികിട്ടാൻ തുടങ്ങും. ഒറ്റയടിക്ക് മുഴുവൻ കാര്യങ്ങളും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. സ്ലോലി മാർക്കറ്റിൻ്റെ ഒപ്പം പോവുക. സ്ലോലി നമ്മൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന കൺസെപ്റ്റുകളെല്ലാം റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു ആക്ടിവിറ്റി മാർക്കറ്റിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ ശ്രമിച്ച് നോക്കുക. അങ്ങനെയാണ് നമ്മളിതിനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കിയെടുക്കാൻ നോക്കുന്നത്. സോ ഇവിടെ വന്നത് സ്വീപ്പ് ചെയ്തിട്ട് നേരെ തിരിച്ച് മാർക്കറ്റ് കയറി പൊക്കോളും കേട്ടോ. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു അല്ലേ, ആ ഓർഡർ ബ്ലോക്ക് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന വരവാണ് അത്. അപ്പം നമ്മളങ്ങനെ പേടിക്കാതെ അവിടെ ഇരിക്കുക. പ്രൈസ് എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്, ആ ഓർഡർ ബ്ലോക്ക് എക്സാക്ട്ലി ഓർഡർ ബ്ലോക്ക് അവിടെ വന്ന് ടാപ്പ് ചെയ്തു, വീണ്ടും ഇൻക്രീസ്ഡ് വോളിയം വരുന്നു, വീണ്ടും ടാർഗറ്റ് മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രൈസ് ആക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കറക്റ്റ് ഫോമിൽ നോക്കുമ്പോൾ നമുക്ക് എവിടെ എൻട്രിക്ക് കയറാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രമിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് പതുക്കെ മനസ്സിലാകാൻ തുടങ്ങും മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ എല്ലാം ഇത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് നമുക്ക് എല്ലാ ട്രേഡേഴ്സിനും മനസ്സിലായി ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന്. സോ ഓർഡർ ബ്ലോക്ക് പെനിട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് റെസ്പെക്ട് ചെയ്യുന്നില്ലല്ലോ എന്നൊരു തോന്നൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ മനസ്സിൽ കയറി കൂടാൻ തുടങ്ങും. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേനും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ ഒരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരമാണ് നമ്മളിതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. കണ്ടക്സ്റ്റ് ഈസ് ദ കിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കണ്ടക്സ്റ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് അവിടെ അറിയാം. പക്ഷേ ഓർഡർ ബ്ലോക്കിനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്ക് ഇപ്പോൾ പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഓർഡർ ബ്ലോക്ക് റെസ്പെക്ട് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ പ്രൈസ് നേരെ തിരിച്ച് മുകളിലോട്ട് പോകും. ഇതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇപ്പോൾ മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈവിൻ്റെ ഈ ഒരു പ്രൈസ് ആക്ഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ പറയുന്നതും മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ലൈവിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. ദിസ് ഈസ് ലൈവ് മാർക്കറ്റ്. അല്ല നമ്മൾ ഈ റെക്കോർഡ് ചെയ്തതിന് ഇത് വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, വോയിസ് ഓവർ കൊടുക്കുന്നതല്ല. ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് എങ്ങനെ വരും, എങ്ങനെയാണ് നമ്മളുടെ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രൈസ് വീണ്ടും നമ്മളുടെ എൻട്രി ലൈനിൽ തന്നെ നിന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇമീഡിയറ്റ്ലി നമുക്ക് കിട്ടി അല്ലേ. ചെറിയ ടാർഗറ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ വരെയും കയറി വരുമ്പോഴത്തേനും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, 10-30 പോയിൻറ്റ്. സോ ഇങ്ങനെ നമ്മൾ സ്മോൾ ട്രേഡിങ് നമ്മൾ ആദ്യം നമ്മൾ മാർക്കറ്റിനൊപ്പം സഞ്ചരിക്കുക, അതിനൊപ്പം നമ്മളെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം.
സോ വീണ്ടും അടുത്ത ക്യാൻഡിൽ മുകളിലോട്ട് പോകുന്നു. സോ ഇവിടുത്തെ ഈ സെൽ ഓഫ് കാണുമ്പോൾ എല്ലാവരും സെല്ലിംഗ് ആണെന്ന് വിചാരിക്കും. ബിക്കോസ് പ്രൈസ് ഇസ് ക്രിയേറ്റിംഗ് ലോവർ ലോ. ബുള്ളിഷ് ഓർഡർ ഫ്ലോ, കൗണ്ടർ ഓർഡർ ഫ്ലോ ഇമ്മീഡിയറ്റ്ലി ട്രിഗർ ചെയ്യും മാർക്കറ്റിൽ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും സ്പീഡിലായിരിക്കും പോകുന്നത്. ആ സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ ഷോർട്ട് ചെയ്തിരിക്കുന്നവരുടെ എല്ലാവരുടെയും ഷോർട്ട് കവറിങ്ങിൻ്റെയും കൂടെ സ്പീഡ് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് 2-3 ക്യാൻഡിൽ പെട്ടെന്ന് കയറി പോകുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നോക്കുമ്പം ഈ പ്രൈസ് ആക്ഷൻ്റെ മൊമെൻറ്റം കണ്ടോ, തിരിച്ച് 2 ക്യാൻഡിൽ മുകളിലേക്ക് പോകുമ്പോഴത്തേനും എല്ലാവരും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡിൽ ഓടി വരുന്നതാണ്. അപ്പം പെട്ടെന്ന് ഈ പ്രൈസ് ആക്ഷൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ മാർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു മൊമെൻറ്റം ഏരിയ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ആ പ്രൈസ് ആക്ഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞേക്കുന്ന ആ കറക്റ്റ് ഏരിയയിൽ എത്ര പ്രാവശ്യം പ്രൈസ് ടാപ്പ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കി, അതിന് ശേഷമാണ് പ്രൈസ് പോകുന്നത്. പക്ഷേ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എൻട്രി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ധൃതി പിടിച്ച് എൻട്രി എടുത്തത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ധൃതി പിടിക്കരുത്. മാർക്ക് ചെയ്ത ഏരിയ ആണ്, അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ ട്രേഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നോക്കാവുള്ള എൻട്രിയിലേക്ക്. എന്നിട്ട് 1 മിനിറ്റ് വന്നതിന് ശേഷം നമ്മൾ അവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയോ ലിറ്റിൽ സോങ്ങോ എന്തെങ്കിലും പ്ലേ ചെയ്യുന്നുണ്ടോ, ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രി ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ പ്രൈസ് ആക്ഷൻ ഭയങ്കര വോളറ്റൈൽ പ്രൈസ് ആക്ഷൻ ആയിരുന്നു. എങ്കിൽ പോലും നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഏരിയയിലേക്ക് പ്രൈസ് കയറി തിരിച്ച് വരുന്നുണ്ട് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ പ്രൈസ് താഴെ പോയി കഴിഞ്ഞാലും പ്രൈസ് വീണ്ടും മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഈവൻ നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ നിന്ന് ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഒരു പ്രത്യേക രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ കണ്ടോ, നമ്മുടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ക്ലിയർ ആയിട്ട് ഏകദേശം പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് മാർക്കറ്റ് നമ്മൾ ഇടയ്ക്ക് നമ്മളുടെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നതിനകത്ത് ചില സമയങ്ങളിൽ നമ്മൾ റോങ് ആയി പോകുന്നത്. എങ്കിൽ പോലും നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തപ്പോൾ തൊട്ട് ഫസ്റ്റ് ടൈം നമുക്ക് പ്രോഫിറ്റ് കാണിച്ചു, പിന്നെ പ്രൈസ് വരുന്നു, വീണ്ടും പ്രൈസ് നമുക്ക് ഇവിടെ വരും, പ്രൈസ് വീണ്ടും ട്രേഡ് ചെയ്തിട്ട് ഇവിടെ വരും വരുന്നുണ്ട്, വീണ്ടും നമുക്ക് പ്രൈസ് പ്രോഫിറ്റ് കാണിക്കുന്നു, വീണ്ടും പ്രൈസ് പോയി നമ്മൾ ലോസിലായി, വീണ്ടും പ്രൈസ് നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വീണ്ടും വരുന്നുണ്ട്, വീണ്ടും പ്രൈസ് പോയി. സോ നമ്മൾ ഈ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി നല്ലൊരു പെർഫെക്റ്റ് ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ സംടൈംസ് മാർക്കറ്റ് വിൽ ബ്ലെസ് യു ലൈക്ക് എനിത്തിങ്, സംടൈംസ് മാർക്കറ്റ് വിൽ ടെസ്റ്റ് യു ലൈക്ക് എനിത്തിങ്. ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ് ആക്ഷൻ ആക്ച്വലി ഇവിടം വരെ കറക്റ്റായിട്ട് വരണം, ഇതിന് ഈ ഒരു ഏരിയയിൽ പ്രൈസ് വരണം. അപ്പോൾ അവിടം വരെ നമുക്ക് നോക്കാം. പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിൽ പ്രൈസ് ആക്ഷൻ വന്നോ ഇല്ലയോ, ഇറ്റ്സ് ഒരു ബെയറിഷ് മാർക്കറ്റാണ് ആക്ച്വലി. നോക്കി താഴോട്ട് നാസ്ഡാക്ക് 124 പോയിന്റ് ഡൗൺ, ഡൗ ജോൺസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 301 പോയിന്റ് ഡൗൺ. എങ്കിൽ പോലും പ്രൈസ് ആക്ഷൻ്റെ നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ പ്രൈസ് ആക്ഷൻ ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ. അതിനുശേഷം നമ്മൾ എക്സിറ്റ് ചെയ്യുമായിരുന്നു വിചാരിച്ചു. എങ്കിൽ പോലും നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിലും നമുക്ക് ഈ പർട്ടിക്കുലർ ലൈൻ്റെ ബോട്ടത്തിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ നമുക്കിവിടെ ട്രേഡ് എൻട്രിയിലേക്ക് കയറാൻ പറ്റും അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ പ്രൈസ് ആക്ഷനെ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇതുണ്ടോ, ഇവിടുത്തെ ഈ ഒരു ഇംബാലൻസ് ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് കയറി വന്നത്. അപ്പോൾ നമ്മളത് ഓൾറെഡി നേരത്തെ അത് പറഞ്ഞിരുന്നു, അത് ബ്രേക്ക് ചെയ്തു. ഇനി നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഏരിയയിലാണ്. ആക്ച്വലി ഇതിൻ്റെ മുകളിൽ പ്രൈസ് റെസ്റ്റിംഗ് മണി സിറ്റിംഗ് ആണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകും. ഇതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ സംടൈംസ് മാർക്കറ്റ് വിൽ ബ്ലെസ് യു ലൈക്ക് എനിത്തിങ് ആൻഡ് സംടൈംസ് മാർക്കറ്റ് വിൽ ടെസ്റ്റ് യു ലൈക്ക് എനിത്തിങ്. പേഷ്യൻസ് ഈസ് ദ കീ. ഇന്ന് നമ്മൾ എൻട്രി ഒന്നും എടുത്തിട്ടില്ല, എങ്കിൽ പോലും നമുക്ക് മാർക്കറ്റിൻ്റെ ബിഹേവിയർ അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രൈസ് ആക്ഷനകത്ത് നോക്കുമ്പോഴും നമുക്ക് ആ ഒരു പേഷ്യൻസോടുകൂടി നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റണം ഇവിടുത്തെ ഈ പ്രൈസ് ആക്ഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ ടാർഗറ്റിലേക്ക് വരുന്നുണ്ടോ മാർക്കറ്റ്, കൃത്യം വരുന്നുണ്ട്, എത്ര മൊമെൻറ്റത്തിലാണ് വരുന്നത്. ഇവിടുത്തെ ഈ ഒരു ലാഗിങ് പ്രൈസ് ആക്ഷൻ പോലെയാണ് ഇപ്പോൾ തിരിച്ച് കയറി പോകുന്ന പ്രൈസ് ആക്ഷൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടോ, ഹെവി മൊമെൻറ്റത്തിലാണ്. ഈ പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ എല്ലാ സെല്ലേഴ്സും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്ന് ഇവിടെ വന്ന് ലോസ് ബുക്ക് ചെയ്യും, അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ടും വരും. അതാണ് എൻ്റെ കാര്യം. സോ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ബൈ സൈഡ് ലിക്വിഡിറ്റി ഈസ് റെസ്റ്റിംഗ് ഹിയർ. ആ ബൈ സൈഡ് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്ന ഒരു മൊമെൻറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ദേ വാണ്ട് ടു സെൽ, ദേ വിൽ ബി സെല്ലിംഗ് ഇൻ ടു ദ ബൈ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ നമ്മൾ ഓൾറെഡി ചാർട്ടിൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു ബൈ സൈഡ് ലിക്വിഡിറ്റി ഈസ് റെസ്റ്റിംഗ് ഹിയർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് നോക്കി. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേനും സംടൈംസ് നമ്മൾ എൻട്രി ഏർലി ആയി പോയിരിക്കാം. ഞാനും ഇന്നിപ്പോൾ എൻട്രി എടുത്തിരിക്കുന്ന എൻട്രിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത ക്യാൻഡിൽ കുറച്ച് ഏർലി ആയിരുന്നു.
എങ്കിൽ പോലും നമ്മുടെ ഈ പ്രൈസിന് ബോട്ടം പ്രൈസ് സംടൈംസ് സംടൈംസ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകും. നമുക്കറിയാൻ പറ്റത്തില്ല ഏത് ഏരിയയിൽ നിന്നാണ് പ്രൈസ്. ഈ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളത് ബൈങ് സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലേ. അപ്പം ബൈ സൈഡിലേക്ക് നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം സെല്ലിംഗ് സൈഡിലേക്ക് നിൽക്കുന്നതാണോ ബൈങ് സൈഡിലേക്ക് നിൽക്കുന്നതാണോ കറക്റ്റ്, നമുക്ക് ആ ഡയറക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ, അതാണ് ഞാൻ ചെയ്യുന്നത്. പ്രൈസ് ആക്ഷൻ ഇവിടുത്തെ ആ ഒരു നമ്മൾ വരച്ച വെച്ച ഏരിയയിൽ കറക്റ്റായിട്ട് വന്ന് ടാപ്പ് ചെയ്തിട്ട് അവിടെ കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഇങ്ങനെ പ്രൈസ് ആക്ഷൻ ചെയ്ത് പോകുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് പ്രൈസ് ആക്ഷൻ. കണ്ടോ, ഈവൻ ഇതിനും ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിന് മുകളിലും പ്രൈസ് ടാപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിന് മുകളിൽ ഇതിന് 50% ഇതിന് മുകളിലോ പ്രൈസ് കയറി ടാപ്പ് ചെയ്യാൻ വേണ്ടി, ബിക്കോസ് ഇവിടം വരെ വരാമെങ്കിൽ ഒരു 2 സ്റ്റെപ്പും കൂടെ മുകളിലേക്ക് പ്രൈസിന് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ടാർഗറ്റും എല്ലാം നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പ്രൈസ് ആക്ഷൻ്റേത് ചില സമയത്ത് നമ്മൾ തെറ്റിപ്പോകുന്ന സമയത്ത് ആണെങ്കിൽ പോലും മാർക്കറ്റിൻ്റെ ബിഹേവിയർ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ മുന്നിൽ മാർക്കറ്റ് കാണിച്ച് തന്നോ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഇന്ന് നമ്മൾ പഠിച്ച ലെസൺ എന്ന് പറയുന്നത്. അതും വിത്ത് ഹെവി മൊമെൻറ്റത്തിൽ മാർക്കറ്റ് എങ്ങനെ കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ഇപ്പോൾ ലൈവ് മാർക്കറ്റ് ന്യൂയോർക്ക് 347 ആണോ, അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയിൽ നിന്ന് പ്രൈസ് എന്തുകൊണ്ടാണ് അവിടെ റിയാക്ഷൻ വന്നതിന് ശേഷം പ്രൈസ് താഴോട്ട് വരുന്നതിൻ്റെ കാര്യം? ബിക്കോസ് ആ ഏരിയയിലാണ് റെസ്റ്റിംഗ് മണി എന്ന് പറയുന്നത്. അവിടെയാണ് പ്രൈസിൻ്റെ റിയാക്ഷൻ ഇമ്മീഡിയറ്റ്ലി വരുന്നത്. സ്മാർട്ട് ട്രേഡേഴ്സിന് മാത്രമേ ഈ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആരാണ് ഈ സ്മാർട്ട് ട്രേഡേഴ്സ്? നമ്മളാണ്. ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് സ്റ്റുഡൻസ് ആണ് സ്മാർട്ട് ട്രേഡേഴ്സ്. അപ്പോൾ കാര്യം എല്ലാവർക്കും പിടിയിട്ടില്ല. അപ്പോൾ 245ഓളം വീഡിയോസ് ഉണ്ട്, എല്ലാം കണ്ടു വരിക. അതുപോലെ തന്നെ കമൻറ്റ്സ് എഴുതുക. അപ്പോൾ നിങ്ങളുടെ കൺസേൺസ് എല്ലാം എഴുതുക. വീണ്ടും പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് കൂടുതൽ മാർക്കറ്റിനെ അടുത്തറിയാം. ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.